നമസ്കാരം. മാബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങും മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. എന്തൊക്കെ മെട്രിക്സ് നമ്മൾ ശ്രദ്ധിച്ചാണ് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങേണ്ടത് എന്നതാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ നോക്കാനുള്ളത് ആൽഫ മെട്രിക്സ്. ആൽഫയാണ് നമ്മൾ ആദ്യം നോക്കാനുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഫണ്ട് മാനേജറുടെ എഫിഷ്യൻസി അറിയാൻ കഴിയുന്ന ഒരു മെട്രിക്സാണിത്. വാല്യൂ ആഡഡ് ബൈ ഫണ്ട് മാനേജർ. വിപണിയിൽ പൊതുവായി ബെഞ്ച് മാർക്കിനേക്കാൾ എത്രത്തോളം കൂടുതൽ ലാഭം ഈ ഫണ്ട് നൽകി എന്ന് ഈ ആൽഫ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൽഫ 2.0 ആണെന്ന് കരുതുക ഒരു ഫണ്ടിൽ. അതിനർത്ഥം ബെഞ്ച് മാർക്കിനേക്കാൾ 2% ഹയർ റിട്ടേൺസ് ഇതിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ബീറ്റയാണ്. ഇത് വിപണിയിലെ മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു സൂചികയാണ്. വിപണിയിലുണ്ടാകുന്ന വോളറ്റിലിറ്റി കാണിക്കുന്ന ഒരു സൂചികയാണിത്. ബീറ്റ 1 താഴെയാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൽ റിസ്ക് കുറവാണ്. ബീറ്റ 1 കൂടുതലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ നന്നായി ഇടിയുകയും ചെയ്യും ആ ഫണ്ട്. മൂന്നാമത് നമ്മൾ നോക്കുന്നത് ഷാർപ്പ് റേഷ്യോയാണ്. റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടേൺ. റിസ്കിനനുസരിച്ച് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി അല്ലെങ്കിൽ ലാഭം തരുന്നുണ്ടോ എന്ന് കാണിക്കുന്നതാണ് ഈ റേഷ്യോ. കുറഞ്ഞ റിസ്കിൽ കൂടുതൽ ലാഭം തരുന്ന ഫണ്ടുകൾക്ക് ഷാർപ്പ് റേഷ്യോ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സോർട്ടിനോ റേഷ്യോ ആണ്. ഡൗൺ സൈഡ് റിസ്ക് കാണിക്കുന്ന ഒരു മെട്രിക്സാണിത്. വിപണി ഇടിയുമ്പോൾ ഫണ്ട് എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഇത് കാണിക്കുന്നു. എത്രത്തോളം ഹൈ ആണോ അത്രത്തോളം ഫണ്ട് സുരക്ഷിതമായിരിക്കും. അടുത്തതായി കാണുന്നത് എക്സ്പെൻസ് റേഷ്യോയാണ്. കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ വാങ്ങുന്നതായിരിക്കും ഉചിതം. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽഫ ഹയർ ആയിരിക്കണം, ബീറ്റ <1 ആയിരിക്കണം, ഷാർപ്പ് സോർട്ടിനോ റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫണ്ടായിരിക്കും, എക്സ്പെൻസ് റേഷ്യോയും കുറവായിരിക്കണം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പാസ്റ്റ് റിട്ടേൺസ്. ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് റിട്ടേൺസ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് ചെക്ക് ചെയ്യണം. അതിനായി നമ്മൾ ഫണ്ടിൻ്റെ 3 വർഷത്തെയും 5 വർഷത്തെയും 10 വർഷത്തെയും റെക്കോർഡുകൾ ചെക്ക് ചെയ്യണം. നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ട് തിരഞ്ഞെടുക്കുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടം ഒന്നും സംഭവിക്കുകയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഉപകാരമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.